പിറവത്ത് വന്നാൽ കാണാൻ ഇത്രയും അധികം കാഴ്ചകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയായിരുന്നോ? ശിവരാത്രി പ്രമാണിച്ച് നമ്മുടെ പാഴൂർ പെരുന്തിരുക്കോവിലും ഇവിടുത്തെ മണപ്പുറവും നല്ല വൈബായി തുടങ്ങിയിട്ടുണ്ട്. മണപ്പുറത്തേക്കുള്ള ഈ ഒരു പാലത്ത് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പുഴ ഐതിഹ്യപ്രകാരം മാറി ഒഴുകുന്നത് കാണുവാനും സാധിക്കും. ക്ഷേത്രവും ബീച്ചും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്തുള്ള പാഴൂരും കക്കാടും കണക്ട് ചെയ്യുന്ന ഈ ഒരു തൂക്കുപാലവും കാണാം കേട്ടോ. രാത്രി വന്നു കഴിയുമ്പോ ഈ പാലം ഫുൾ ലൈറ്റ് ചെയ്യും, അപ്പൊ കാണാൻ നല്ല ഭംഗിയാണ്. പിറവത്ത് വന്നാൽ ഒരുപാട് മനകളുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മേൽപ്പാഴൂർ മനയാണ്. അതിമനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഈ ഒരു മനയിൽ പ്രവേശിക്കാനും ഇവിടുത്തെ കാഴ്ചകൾ കാണാനും 1 രൂപ പോലും നമുക്ക് ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല. കുട്ടനാടും പിറവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. കുട്ടനാട്ടിലെ കൊയ്ത്ത് സീസണിന്റെ സമയത്ത് പിറവത്തു നിന്നുള്ള ഈ വള്ളങ്ങളാണ് ഓരോ പാടത്തൊക്കെ ചെന്നിട്ട് ഈ നെല്ല് ശേഖരിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. ആറ്റുതീരം പാർക്കിനെ പറ്റി പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് പറയാനുള്ളത് മറ്റൊന്നാണ്. ആറ്റുതീരം പാർക്കിലേക്ക് പോണ വഴിക്കുള്ള ഒരു പാടമാണിത്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് പെർഫെക്റ്റ് ഫോർ നല്ല സ്വർണ്ണ നിറത്തിൽ വിളഞ്ഞു കിടക്കുന്ന പാടശേഖരം കാണാനും ഫോട്ടോഷൂട്ട്സ് എടുക്കാനും നല്ല സൺസെറ്റ് ആസ്വദിക്കാനും ബെസ്റ്റ് ആണ് ഇവിടെ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, പിറവം പള്ളി. ഇതിനെപ്പറ്റി ഒരു പ്രത്യേകം റീല് തന്നെ വേണ്ടതുകൊണ്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പൊ പിറവംകാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.